സന്ദീപ് 2 വാപ്പാരായിരുന്നു ഇതിന് നാഷണൽ ഹൈവേക്ക്. ഇപ്പൊ ഒരു വാപ്പിയില്ല. ഇപ്പൊ ഒരു വാപ്പിയില്ല. നിങ്ങൾ ആലോചിക്കും, 2 വാപ്പാരുണ്ടായിരുന്നു. ഒന്ന് മോദി, ഒന്ന് പിണറായി. എന്റെ പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 26,000 കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ അസംബ്ലിയിൽ ഇങ്ങനെ പുട്ടിക്ക് തേങ്ങണോ അതിലിങ്ങനെ പറയുന്നു. ഇപ്പൊ എന്താ കാരണമുള്ളത്? ഇന്നിപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങളല്ല, നിങ്ങളാവൂല. ഇനി ഇത് അപ്പുറമല്ല. നിങ്ങൾ ആലോചിക്കണം, മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ദീപ് പറഞ്ഞല്ലോ, കോഴിക്കോട് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ. എവിടെ? പാടത്തിന്. മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ ഫില്ലിങ്ങാ. അതന്നെയാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി. ഇതിമ നിൽക്കൂല. ഇതിമ നിൽക്കൂല. കാരണം എന്താ വെച്ചാൽ ഒരു ബെൽറ്റ് കൂടി ഇല്ല. സാധാരണ നമ്മളത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലിൽ വന്നാൽ ഒരു ബെൽറ്റ് കൊടുക്കും. അതും ഇല്ല. അങ്ങനെയാണ് കെട്ടിയേക്കാണ്. നിങ്ങൾ പോയി നോക്കണ്ടി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ കോഴിക്കോട് ജില്ലന്റെ അവിടുന്ന് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് എലത്തൂർ കഴിഞ്ഞ് മലപ്പുറം ജില്ല കഴിഞ്ഞ് തൃശ്ശൂർ വരെ പാലം ഇല്ല. 1 2 പാലേ കൊടുത്തുള്ളൂ. അന്ന് എല്ലാവരും പറഞ്ഞതാണ് അത് പാലാണ് നല്ലത് പറഞ്ഞു. ഇപ്പൊ അല്ല, ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആരുമില്ല. പിന്നെ എല്ലാത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ? മന്ത്രിമാര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. നിങ്ങളറിയോ, തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് 67 കോടി കൊടുത്തു. PWD ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല. അവസാനം PWD മന്ത്രിക്കാണ് ഉദ്ഘാടകൻ. മന്ത്രി MP രാജേഷാണ് ഇന്നുണ്ട് മാറിയത്. ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങളുടെ പാർട്ടിക്കാരൻ്റെ പറയണത്. അപ്പൊ അങ്ങനെ നിങ്ങളൊരു ഐക്യമൊന്നും പറയണ്ട. ഒക്കെ 100 കോടി രൂപന്റെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ 100 കോടി രൂപയാണ് ദൂർത്ത്. എന്താ കിട്ടിയത്? ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ്സിന് ഇവിടുന്ന് പോയ ആളുകൾക്ക് അരീക്കോട് പോയിട്ട് കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയോ? അപ്പൊ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയണം, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിലെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും. പക്ഷേ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസ്സുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യത്തിനുള്ളിൽ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് യാതൊരു സംശയമില്ല.